ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും ചതിൽ ചാടിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നതാണ് പിശാച്. അലറി വിളിക്കുന്ന സിംഹം പോലെ നമ്മൾക്ക് ചുറ്റും നടക്കുവാണ്. ഒരു എന്താ പറയുക, ഒരു സൂചി കുത്താനുള്ള ഇടം കിട്ടുവാണെങ്കിൽ തൂമ്പ കയറ്റുന്ന രീതിയിലുള്ള സ്വഭാവമായിട്ട് അവൻ നടക്കുവാണ് അല്ലേ. അപ്പോൾ നമ്മളായിട്ട് തന്നെ മനസ്സിലാക്കുക അവൻ്റെ പദ്ധതികളെ പറ്റി അല്ലേ. അപ്പോൾ നമ്മളായിട്ട് തന്നെ അവൻ്റെ പദ്ധതിയിലേക്ക് എന്ന് വീഴാതിരിക്കുക, അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികളാകരുത് നമ്മൾ. ഇത്തിരിയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഒരു പോർട്ടലായിട്ട്, ഒരു എൻട്രി പോയിന്റായിട്ട് പിശാച് അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും അല്ലേ. ദൈവത്തിൻ്റെ മക്കളെ വീഴിക്കുന്നതിന് വേണ്ടി. അപ്പം അതിനായിട്ടുള്ള ഇടം നമ്മളായിട്ട് കൊടുക്കരുത് അല്ലേ. അപ്പം അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പല രീതിയിൽ, പല രൂപത്തിൽ അല്ലെ അവൻ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളായിട്ട് ഒന്നിനും തന്നെ കോംപ്രമൈസ് ചെയ്യാൻ പോകാതിരിക്കുക. ഇച്ചിരിയല്ലേ ഉള്ളൂ, ഇതൊന്നും കുഴപ്പമില്ലെന്നേ, അതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും അത് വലിയൊരു മാരണത്തിലേക്ക് തന്നെയായിരിക്കും ഒരു പക്ഷേ ചെന്നെത്തിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആകരുത്. നമ്മൾ ബുദ്ധിയോടുകൂടി, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ മുമ്പോട്ട് ജീവിക്കുക എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത് അല്ലേ. അപ്പം അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാൻ മുമ്പോട്ട് പോകാൻ. നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയുന്ന കർത്താവ്, എങ്ങനെപ്പോലെ ദൈവമില്ല, അങ്ങയുടെ നാം എന്നും വാഴ്ത്തപ്പെട്ട ആട്ട് കർത്താവിലോട്ട് ഞങ്ങളുടെ കൂടെ എന്നും ഉള്ളതിനായിട്ടും കർത്താവിലോട്ട് ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നതിനായിട്ട് കർത്താവ് അങ്ങോട്ട് വചനം തന്നു ഞങ്ങളെ അങ്ങയിൽ വളർത്തുന്നതിനായിട്ട് ഒക്കെ നന്ദി പറയുന്ന കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ അന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഹോസ്പിറ്റൽ യേശുവിൻ്റെ നാമത്തിനാമേ. നമുക്കിന്ന് റെവലേഷനിലേക്ക് പോകാം. വെളിപാട് പുസ്തകത്തിന്റെ 2ാമത്തെ ചാപ്റ്ററിന്റെ 12 തൊട്ട് 17 വരെയുള്ള വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. അപ്പൊ നമുക്കറിയാം, വെളിപാട് പുസ്തകത്തില് ജോൺ വഴി അല്ലെ, സുവിശേഷം എഴുതിയ യോഹന്നാൻ വഴി ദൈവം എഴുതിയിരിക്കുന്നതാണ്. പത്മസ് ദ്വീപിലായിരുന്നു ആ സമയത്ത് യോഹന്നാൻ അല്ലെ. ദൈവം യേശുവിന്റെ വചനത്തിന് വേണ്ടി, യേശുവിന്റെ ടെസ്റ്റ് മണിക്ക് വേണ്ടി നിന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്താ പറയുക, ജോണിനെ പത്മസ് ദ്വീപിൽ ആക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് AD 100 എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അപ്പോഴേക്കും യോഹന്നാൻ നല്ല പ്രായവും ഉണ്ടായിരുന്നു അല്ലെ. യോഹന്നാൻ മാത്രമാണ് എന്താ പറയുക, ഈ മാർട്ടിയറായി, യോഹന്നാൻ മാത്രമാണ് കൊല്ലാതിരുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് കിട്ടിയത് അപ്പോസ്തലന്മാരുടെ ഇടയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് കിട്ടിയിരിക്കുന്ന യോഹന്നാന് മാത്രമാണ്, ജോണിന് മാത്രമാണ്. ബാക്കി എല്ലാവരെയും കൊന്നു കളയുമായിരുന്നു. അപ്പൊ ജെയിംസ് ആയിരുന്നല്ലോ, ജോണിന്റെ ബ്രദർ ജെയിംസ് ആയിരുന്നു ഫസ്റ്റ് കൊല്ലപ്പെട്ടത് അല്ലെ. ഇത് അപ്പോസ്തലന്മാരുടെ ഇടയിൽ നിന്ന് കൊല്ലപ്പെട്ട സ്റ്റീഫനാണ്, അല്ലാതെ ഡിസൈപ്പിൾസിന്റെ ഇടയിൽ നിന്ന് കൊല്ലപ്പെട്ട വ്യക്തി. അപ്പൊ സ്റ്റീഫൻ അതിനു മുമ്പേ മരിക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഇവിടെ ജോൺ വഴി യേശുക്രിസ്തു ഇങ്ങനെ പറയുവാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 7 നിലവിളക്കിന്റെ നടുക്ക് നയിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ജോൺ കാണുന്നത് അല്ല. അപ്പൊ 7 നിലവിളക്കിന്റെ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ കയ്യിലുള്ള 7 നക്ഷത്രത്തിന്റെ മർമ്മത്തെ പറ്റി 1ാമത്തെ ചാപ്റ്ററിന്റെ 20ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുക. വെളിപ്പാടിന്റെ എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ 13ാമത്തെ വാക്ക് പറഞ്ഞിരിക്കും. അപ്പൊ ശബ്ദം കേട്ടിട്ട്, ഞാൻ ആൽഫ എന്ന ഒമേഗയാകുന്നു എന്നുള്ള പറയുന്ന ശബ്ദം കേട്ടിട്ട് ജോൺ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് 7 പൊൻ വിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശനായവനെയാണ് കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാല് 7 നിലവിളക്കുകൾ നടുവിൽ നിൽക്കുന്നവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു 7 നിലവിളക്ക് അവിടെ കാണിക്കുന്നത് സഭകളെ എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ സഭകളുടെ ഇടയിൽ കൂടി നടക്കുന്നവനാണ് യേശുക്രിസ്തു. സഭകളെ നോക്കുന്നതിന് വേണ്ടി, സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ ദൈവം ഇങ്ങനെ യേശുക്രിസ്തു നമ്മുടെ ഇടയിൽ, നമ്മുടെ സഭയിലൊക്കെ ഉണ്ട് എന്ന് ചുരുക്കം അല്ലെ. ഇത് യേശു സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും, അങ്ങനെയല്ല. നമ്മളുടെ ഇടയിലുണ്ട്. ദൈവം നോക്കുന്നു, ദൈവം ഒബ്സർവ് ചെയ്യുന്നു, യേശുക്രിസ്തു ഒബ്സർവ് ചെയ്യുന്നു എന്താണ് നമ്മൾ ചെയ്യുന്നുള്ളത് അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മര്യാദയ്ക്ക് മോശമല്ലാത്ത രീതിയിൽ ഉള്ള ജീവിതം ജീവിക്കേണ്ട വ്യക്തികളാണ് എന്ന് ചുരുക്കം അല്ലെ. എല്ലാം ദൈവം ബുക്കിൽ എഴുതി വെക്കുന്നു
അല്ലെ? ദൈവത്തിന്റെ മുമ്പിൽ ബുക്കുകളുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ഓരോ വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നു. ഐഡിയലായിട്ട് വളരെ ഐഡിയലായിട്ട് വരെ പറയുന്ന വാക്കുകൾക്കെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ട സമയമുണ്ട് അല്ലെ? അപ്പൊ ഓരോ വ്യക്തികളും പറയുന്നതും പ്രവർത്തിക്കുന്നതും അനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന ദൈവമുണ്ട്. റിവാർഡ് കൊടുക്കേണ്ടതാണ് റിവാർഡ് കൊടുക്കും, അല്ലെങ്കിൽ പണിഷ്മെന്റ് ആണെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കും അല്ലെ? അപ്പൊ അതിനുള്ള സമയം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പെർഗമസ് എന്ന ചർച്ച്, അപ്പൊ ചർച്ചുകളെ പറ്റി പറയട്ടെ, ഇത് ശരിക്കും പറഞ്ഞ റിയൽ ആയിട്ടുള്ള ചർച്ചുകളാണ് അല്ലെ? അല്ലാതെ എന്താ ജോൺ കണ്ടതുപോലെ ഇപ്പൊ നമുക്കറിയാലോ, ദൈവം ജോണിനോട് 4-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ജോൺ പിന്നെയും എന്താ പറയുന്നത്, ആത്മാവിലായി കഴിഞ്ഞ ജോണിനോട് കം അപ്പ് ഹിയർ എന്ന് പറയുന്നല്ലോ, ഇവിടെ വരാൻ ദൈവം ക്ഷണിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ജോൺ ഇങ്ങനെ കാണുന്നുണ്ട് ഗ്ലാസ്സിൽ സീ പോലത്തെ അല്ലെ കാര്യങ്ങള്, ഒരുപാട് 24 എൽഡേഴ്സ് ഇരിക്കുന്നത് കാണുന്നു, ദൈവത്തിന്റെ സിംഹാസനം കാണുന്നതോ, പിന്നെ എന്താ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലെ? ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അത് സ്പിരിച്വൽ ആയിട്ടുള്ള വിഷൻ ആയിട്ട് കാണുവാണ്. പക്ഷെ ഇവിടെ ഈ ചർച്ചകളെ പറ്റി ദൈവം പറയുന്നത് റിയൽ ആയിട്ടുള്ള, അപ്പൊ സ്പിരിച്വൽ കാര്യങ്ങൾ റിയൽ ആയിട്ടുള്ളതല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇന്ന് ഈ ഭൂമിയിലുള്ള അല്ലെ ഫിസിക്കൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള 7 ചർച്ചുകളെ പറ്റിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ചർച്ചുകൾ റിയൽ ചർച്ചുകളായിരുന്നു അല്ലെ? റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്ത ചർച്ചുകളായിരുന്നു. അപ്പോൾ ഏഷ്യ മൈനറിൽ, അതായത് ഇന്നത്തെ ടർക്കിയിലുള്ള ചർച്ചുകളായിരുന്നു 7 ചർച്ചുകൾ. അവത്തിലൊരെണ്ണാണ് പെർഗമസ് ചർച്ച്. അപ്പൊ ഒന്നാമത്തെ ചർച്ച് എഫേഷ്യൻ ചർച്ചിന്റെ കാര്യം നമുക്കറിയാം, സ്നേഹം പറ്റിപ്പോയ ചർച്ചായിരുന്നു. രണ്ടാമത്തെ ചർച്ച് സ്മിർന എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുക, ചെറിയ ചർച്ച്, പൂവർ ആയിട്ടുള്ള ചർച്ച്, പക്ഷെ എന്താ പറയുക വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചർച്ച് അല്ലെ? അവരെ പറ്റി മോശമായിട്ടൊന്നും തന്നെ പറയാല്ല. യേശു ക്രിസ്തുവിന് 7 ചർച്ചുകളെ പറ്റി പറയുമ്പോൾ അവത്തിൽ 2 പറ്റി മാത്രം നല്ലത് പറയാൻ ദൈവത്തിനുള്ളൂ അല്ലെ? അപ്പൊ ഇത് മൂന്നാമത്തെ ചർച്ചായിട്ടുള്ള പെർഗമസിലെ ചർച്ച്, പെർഗമം എന്ന് പറയും, പെർഗമസ് എന്ന് പറയും. അവിടുത്തെ ചർച്ചിനെ പറ്റി അവിടുത്തെ ദൂതനായിട്ട് പറഞ്ഞ ദൂതന് എഴുതുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പെർഗമോസിലെ സഭയുടെ 12-ാമത്തെ വാക്ക്, വെളിപ്പാടിന്റെ 2-ാമത്തെ ചാപ്റ്ററിൽ 12 തൊട്ട് 17 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൂതൻ എന്ന് പറയുമ്പോൾ ഏഞ്ചൽ എന്ന് പറയുന്നത്, ഇവിടെ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ഈ റിയൽ ആയിട്ടുള്ള ഏഞ്ചൽസിനെ പറ്റിയല്ല പറയുന്നത്. പക്ഷെ ഏഞ്ചൽ അല്ലെങ്കിൽ ദൂതൻ എന്ന് ഉദ്ദേശിക്കുന്നത് മെസഞ്ചർ എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്ന അവിടുത്തെ ഏതെങ്കിലും മൂപ്പന്മാരെ പറ്റി അല്ലെങ്കിൽ പാസ്റ്റർമാരെ പറ്റി അങ്ങനെയായിരിക്കാം ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുക. അല്ലാതെ ഏഞ്ചലുമാർക്ക് ഫോൺ വഴി ലെറ്റർ എഴുതി ദൈവത്തിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ലെറ്റർ എഴുതേണ്ടതും വെളിപാട് കൊടുക്കേണ്ടിയിരിക്കുന്ന മനുഷ്യർക്കല്ലേ ഉള്ളു. അപ്പൊ അതുകൊണ്ട് ദൂതൻ എഴുതുന്ന പറയുമ്പോൾ അവിടുത്തെ ഒരു എൽഡറിന്, ഒരു മൂപ്പര് അല്ലെങ്കിൽ ചർച്ചിലെ പാസ്റ്റർ അല്ലെ, സീനിയർ പാസ്റ്റർ, ചർച്ച നടത്തുന്ന പാസ്റ്ററിന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മൂർച്ചയേറെ ഇരുവായ്ത്തലയുള്ളവൻ അരുളി ചെയ്യുന്നു. മൂർച്ചയേറെ ഇരുവായ്ത്തലയുള്ള എന്ന് പറഞ്ഞാൽ വചനം, ദൈവത്തിന്റെ വചനം അല്ലെ? ഇനി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 13-ാമത്തെ വാക്ക്, നീ എവിടെ പാർക്കുന്നു എന്നു അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടം എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഈ ചർച്ച് ഉള്ള സ്ഥലം എന്ന് വെച്ചാൽ സാത്താന്റെ സിംഹാസനമായിരിക്കുന്ന സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താന്റെ സ്ട്രോങ് ഹോൾഡ് ഉള്ള സ്ഥലമാണ്. അവന്റെ സ്ട്രോങ് ഹോൾഡിന്റെ നടുക്ക് കയറിയാണ് ഒരു ചർച്ച് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ, സൈറ്റൻ വലിയ ആളുകൾ നടക്കുന്നതിന്റെ അവന്റെ ചങ്കിന്റെ നടുക്ക് കയറി സഭ സ്ഥാപിക്കാൻ വേണ്ടി കഴിവുള്ളവനാണ് നമ്മുടെ യേശു ക്രിസ്തു ചുരുക്കം അല്ലെ? എന്നിട്ട് ഇനി ചർച്ചിലുള്ളവരെ പറ്റി പറയാ, എന്ന് ഞാൻ നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായി അന്തിപ്പാസിനെ കൊന്ന താഴ്ത്തുമ്പോൾ നീ എങ്കിലുള്ള വിശ്വാസം നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ പേഴ്സിക്യൂഷൻ കണ്ടമാനം നടക്കുന്ന അല്ലെ, ദ്രോഹിക്കുന്നത് കണ്ടമാനം നടക്കുന്ന ഒരു സ്ഥലമാണിത് അല്ലെ? പെർഗമസ് എന്ന് പറഞ്ഞാല് അന്തിപ്പാസിനെ, വിശ്വസ്തനായിരുന്നു ദൈവത്തിന്റെ ദാസനും അന്തിപ്പാസിനെ കൊന്ന സ്ഥലമാണിത്. പക്ഷെ ചർച്ച് അത്രയും വലിയൊരു പ്രശ്നത്തിൽ കൂടെ കടന്നുവിട്ടെന്ന് വിചാരിച്ചു നമ്മുടെ ചർച്ചിലുള്ള ഒരാളെ, നമ്മുടെ ഒരു സഹകൂട്ടാളിനെ നാട്ടുകാർ അല്ലെ കൊല്ലുന്നത്, സൈറ്റൻ കൊല്ലുവെന്ന് പറഞ്ഞ് സൈറ്റൻ ഡയറക്റ്റ് ആയിട്ട് വന്ന് കൊല്ലുവെന്നല്ലോ അല്ലല്ലോ പറയുന്നത്. ഇന്നിപ്പോ കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ RSSകാരെയും BJPക്കാരെയൊക്കെ ഇറക്കുന്നു അല്ലെ? അങ്ങനെയുള്ളവരൊക്കെ ഇറക്കി കൊല്ലിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ,
സുവിശേഷ വിരോധികളെ ഇറക്കിച്ച് സൈറ്റൻ കൊല്ലിക്കുന്നു ആൾക്കാരെ. അപ്പൊ അന്തിപ്പാസ് എന്ന വിശ്വസ്തനായിട്ടുള്ള പടയാളി, ദൈവത്തിന്റെ പടയാളിയെ കൊല്ലുന്നു, ചർച്ചിൽ നിന്ന് കൊല്ലിക്കുന്നു. ആ സമയത്ത് പോലും ഈ ചർച്ച് ഇളകിയിട്ടില്ല. ആ ചർച്ച് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അവരുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വസ്തതയും അത്രയധികം വളരെ അധികമായിട്ടുള്ള ഒരു ചർച്ചാണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയട്ടെ, ദൈവം ഇവിടെ ഈ ലെറ്റർ ഇവർക്ക് എഴുതുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ സ്വഭാവം നോക്കി, ഇപ്പൊ എല്ലാ ചർച്ചിന്റെ കാര്യം എടുത്ത് നോക്കിയാലും ആദ്യമേ യേശുക്രിസ്തു അവരോട് പറയുന്ന അവരുടെ നല്ല വശത്തെ പറ്റിയാണ് പറയുന്നത് അല്ലെ. നീ ഇങ്ങനെ ചെയ്തു കൊള്ളാം, അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ല നമ്മളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രശ്നം, നിനക്കൊക്കെ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കല്ലേ, നിന്റെ കയ്യിലിരിപ്പം എനിക്കറിയാം അല്ലെ, നീ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ അതിന്റെ കുറ്റം പറയത്തുള്ളൂ. പക്ഷെ ദൈവം അങ്ങനെയല്ല. അവരെ കാണുന്ന നല്ല കാര്യത്തെ പറ്റി ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതിനൊരു മനസ്സ് ദൈവത്തിനുണ്ട്. അങ്ങനെ ഉള്ള വ്യക്തികളായിരിക്കണം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളൊരു കാര്യം, ഒരു നല്ല കാര്യം മറ്റുള്ളവർ കാണുമ്പോൾ അത് ആദ്യമേ തന്നെ അപ്രീഷിയേറ്റ്, അംഗീകരിക്കാനുള്ളൊരു മനസ്സ്, അത് അംഗീകരിക്കാനും അത് അവരോട് പറയാം, നിങ്ങൾ ചെയ്ത് കൊള്ളാം അല്ലെ, നിങ്ങളുടെ നടപ്പ് കൊള്ളാം, നിങ്ങൾ അന്ന് എന്നെ ആശ്വസിപ്പിച്ചത് കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ചെയ്ത ആ കാര്യം കൊള്ളാം അല്ലെ. അങ്ങനെ അവരെന്തെങ്കിലും നന്മ ചെയ്യുവാണെങ്കിൽ അത് കൊള്ളാം എന്ന് പറയാൻ ഒരു മനസ്സ് ഉള്ള ആൾക്കാരായിക്കട്ടെ നമ്മൾ. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, സേറ്റിന്റെ സിംഹാസനമുള്ളടത്ത് ആണ്, അവിടെയാണ് ചർച്ച്. അവിടെയും സ്ട്രോങ് ആയിട്ട്, ഫെയ്ത്ത്ഫുൾ ആയിട്ട്, ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ ആയിട്ട്, ദൈവത്തിന്റെ ഫെയ്ത്തിൽ അല്ലെ മുറുകെ പിടിച്ചുകൊണ്ട് ഇളകാതെ നിൽക്കുന്ന ചർച്ചാണിത്. ഇനിയിപ്പോ 14ാമത്തെ വാക്കോട്ട് പറയാം, 14-17 വരെ. എങ്കിലും നിന്നെ കുറിച്ച് കുറച്ചൊരു കുറ്റം പറയാൻ എനിക്കുണ്ട് അല്ലെ. ഇത് കറക്റ്റ്, നീ വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണ്, അത് വാസ്തവം. പക്ഷെ എന്നാലും എനിക്ക് നിന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുക. എന്താണ് ഇവിടെ പറഞ്ഞത്? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതവും തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുന്നിൽ ഇടർച്ച വയ്പാൻ ബാലക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലേവ്യന്മാരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടുക. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ജയിക്കുന്നവനും ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അപ്പോ ഇവിടെ ദൈവം പറയുവാണ്, അവരുടെ നല്ല വശത്തെ പറ്റി ഓൾറെഡി പറഞ്ഞതിന് ശേഷം ദൈവം ഇങ്ങനെ പറയുവാണ്, ഇതാണ് കാര്യം, നീ ഇച്ചിരിയൊക്കെ കോംപ്രമൈസ് ചെയ്തിരിക്കുക, ഇച്ചിരിയൊക്കെ ടോളറേറ്റ് ചെയ്യുവാണ് അല്ലെ. നിക്കോളിത്തന്മാരുടെ ടീച്ചിങ് ഉള്ള ആൾക്കാരെ നിന്റെ ചർച്ചിന്റെ അലൗ ചെയ്തിരിക്കുവാണ്. അപ്പൊ നിക്കോളിത്തന്മാർ ടീച്ചിങ് പറയുമ്പോൾ സെക്ഷൽ ഇമ്മോറാലിറ്റി ചെയ്യാമെന്നും വിഗ്രഹാർപ്പിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാമെന്നും അല്ലെ, ചില ദുർനടപ്പ് ആചരിക്കാമെന്നും, പിന്നെ വിഗ്രഹാർപ്പിതമായിട്ടുള്ള ഭക്ഷണം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ടീച്ചിങ്ങോട്ട് നടക്കുന്ന ആൾക്കാര് ആ ചർച്ചിന്റെ അകത്ത് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇനി തയത്തേറിയ ചർച്ചിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് 18ാമത്തെ തുയത്തായിറയിലെ ചർച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ചർച്ചിലേക്ക് പോകുമ്പോൾ അവിടുത്തെ എന്താ പറയുക, ഒരു പ്രോഫറ്റസ് എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീ തന്നെ ഇതേ നിക്കോൾട്ടൻ ടീച്ചിങ് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ പ്രോഫറ്റസ് ആണെന്ന് അവർ തന്നെ ഞങ്ങൾ പറയുവാണ്. എന്താ പറയുക, ജെസബൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, ജെസബൽ സ്പിരിറ്റ് നടക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ അത്രത്തോളം എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചർച്ച, ഫെയ്ത്തിന്റെ കാര്യത്തിലൊക്കെ, ദൈവത്തോടുള്ള ഫെയ്ത്ത്ഫുൾനെസിന്റെ കാര്യത്തിലൊക്കെ, ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തയുടെ കാര്യത്തിലൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ചർച്ച. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയുക, കോംപ്രമൈസ് ചെയ്യുക. അപ്പൊ ദൈവം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യം ദുർനടപ്പ് നടക്കുക എന്നുള്ള കാര്യം ദൈവത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ദുർനടപ്പ് ചെയ്യരുത് ദൈവം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ലേഖനത്തിൽ 18ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മള് ദൈവത്തിന്റെ ആലയങ്ങളാണ് നമ്മുടെ ബോഡി. അപ്പൊ നമ്മൾ എന്തൊരു പാവം ചെയ്താലും അത് നമ്മുടെ ബോഡിക്ക് പുറത്താണ് ചെയ്യുന്നത്. പക്ഷെ ഈ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ അത് ബോഡിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ ടെമ്പിളാണ്, ദൈവത്തിന്റെ ആലയമായിട്ടാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ ഡിഫൈൽ ചെയ്യുകയോ ചെയ്യുന്നത്, നമ്മൾ നശിപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ദൈവം അങ്ങനെ നമ്മൾ ബോഡിയെ നശിപ്പിക്കുമ്പോൾ എന്താ പറയാ, അശുദ്ധമാക്കുമ്പോൾ നമ്മൾ നശിപ്പിക്കും ദൈവം.
അല്ലെ? അപ്പൊ അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക. അപ്പൊ പിന്നെ രണ്ടാമത്തെ വെച്ചാൽ വിഗ്രഹാർപ്പിതമായിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മളിപ്പോ 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം 10ാമത്തെ ചാപ്റ്റർ പറഞ്ഞെങ്കിൽ 8ാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിരിക്കും 1 കൊരിന്ത്യരുടെ. 10ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മള് ദൈവത്തിന്റെ ടേബിളില് ഗോഡ്സ് ടേബിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പൊ യേശുവിന്റെ രക്തവും യേശുവിന്റെ എന്താ പറയാ ശരീരം കഴിക്കുന്ന ആൾക്കാർക്ക് പിന്നെ എന്താണ് പിശാചിന്റെ ആയിട്ടുള്ള ബന്ധം എന്തായിരിക്കും? അവന്റെ ടേബിളിൽ പിന്നെ നമ്മൾ പോയി ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. അപ്പൊ വിഗ്രഹം ദൈവത്തിന് സമർപ്പിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് എന്താ പറയാ ഒന്നിക്കുന്നതാണെങ്കിൽ സെയ്റ്റന് സമർപ്പിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് സെയ്റ്റനുമായിട്ട് ഒന്നാകുന്നതിന്റെ. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ മക്കൾക്ക് എന്താണ് അവനുമായിട്ട് സെയ്റ്റനുമായിട്ടുള്ള എന്താ പറയാ അത് ഇടപാട് എന്താണ്? നമുക്കൊരു ഇടപാടുമില്ല. പക്ഷേ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, നിക്കോളറ്റന്മാര് പഠിപ്പിക്കുന്ന അതേ ആ ഡോക്ടറിന് അവർക്ക് കിട്ടിയിരിക്കുന്ന എന്താ പറയാ ബേലത്തിൽ നിന്നാണ്. ബേലമാണ് ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ അവരെ കൊണ്ട് സെക്ഷൽ മൊറാലിറ്റിക്കും പിന്നെ വിഗ്രഹാർത്ഥമായ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ബാലക്കിനോട് പിരികേറ്റിപ്പെടുന്നു. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ അവര് വീണു പോകും. അപ്പൊ അത് എന്തിനാണ് ബലം ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രായേൽ മക്കളെ വീഴ്ത്തുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ മക്കളെ വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള എന്താ പറയാ ഡോക്ടറുമായിട്ട് ഉള്ള ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാര് ഇതിന്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞു, ചർച്ചിന്റെ അകത്തുണ്ട്. അപ്പൊ എന്ന് വെച്ചാല് ചർച്ച് കോംപ്രമൈസ് ചെയ്തു അല്ലെ? ചർച്ച് കോംപ്രമൈസ് ചെയ്തു. അവരെ അന്നേ തന്നെ പുറത്ത് ചാടിക്കേണ്ടതായിരുന്നു. പക്ഷെ ചർച്ച് കോംപ്രമൈസ് ചെയ്തിരിക്കുക. പക്ഷെ ദൈവം പറയുവാണ്, നീ ഇത് റിപ്പന്റ് ചെയ്തിട്ട് വേണ്ട നടപടികൾ എടുത്തു, അല്ലെങ്കിൽ യേശുക്രിസ്തു അവരുടെ ഇടയിലേക്ക് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് ദൈവം നമ്മളോട് പറയുക. അപ്പൊ സെക്ഷൽ ഇമ്മോറാലിറ്റി അല്ലെങ്കിൽ ദുർനടപ്പ് എന്ന് പറയുമ്പം വിഗ്രഹാരാധനയൊക്കെ ദൈവം ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്ന പ്രൈഡ് ഓഫ് ലൈഫ് എന്നുള്ളത്, അഹങ്കാരം എന്നുള്ളതാണ് അല്ലെ? അപ്പോ അത് സെയ്റ്റന്റെ വകയായിട്ടാണുള്ളതാണ്. നമ്മുടെ മുമ്പിലേക്ക് അഹങ്കാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും നമ്മൾ വീണ്ടും പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും അതെല്ലാം സെയ്റ്റൻ ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തിന്റെ മക്കൾ എങ്ങനെയെങ്കിലും വീണ് കാണുക എന്നുള്ളത് സെയ്റ്റന്റെ വളരെയധികം ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളായിട്ട് അതിനുള്ള മാർഗം ഉണ്ടാക്കാതിരിക്കുക. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഇച്ചിരിയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇതല്ലേ ഉള്ളൂ. അപ്പൊ ലോകത്തെ ചർച്ചിലേക്ക് കൊണ്ടുവരാതിരിക്കുക അല്ലെ? ലോകത്തിന് ചർച്ച ഒരു മാതൃകയെ തീരല്ല, ചർച്ചിന് ലോകമല്ല മാതൃകയെ തീരേണ്ടത് അല്ലെ? ലോകത്തെ ചർച്ചിലേക്ക് ക്ഷണിക്കാതിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ മിക്കവാറും തന്നെ നോക്കുമ്പോൾ ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ചർച്ചിന്റെ അകത്ത് നടക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? അപ്പൊ ലൂക്കോം ചർച്ചായിട്ടുള്ള ലവോഡിഷ്യൻ ചർച്ചോട് ഞാൻ നിന്നെ തുപ്പിക്കളയും എന്ന് പറഞ്ഞിരിക്കുന്ന സ്നേഹം കഴിഞ്ഞു പോയിരിക്കുന്ന സ്നേഹം കുറഞ്ഞു പോയിരിക്കുന്ന എഫേഷ്യൻ ചർച്ചോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഞാൻ നിന്റെ ലാം സ്റ്റാൻഡ് എടുത്ത് മാറ്റിക്കളയെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുക, ആകയാൽ മാനസാന്തരപ്പെടും, അല്ലാഞ്ഞ ഞാൻ വേഗത്തിൽ നിന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും അല്ലെ? അപ്പൊ ദൈവം പോരാടുന്നവനാണ് അല്ലെ? അപ്പൊ ദൈവം പോരാടുക തന്നെ ചെയ്യും അല്ലെ? ദൈവത്തിന്റെ വഴി നടക്കാത്ത വ്യക്തികളോടും പോരാടുക തന്നെ ചെയ്യും. പക്ഷെ ഇനി ഇവരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഓവർകം ജയിക്കുന്നവരാണെങ്കിലോ ഇവരെ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വീണ് പോകാതെ ലോകത്ത് ജയിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ മന്ന കാണിക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ദൈവം 40 വർഷക്കാലം ഇസ്രായേൽ മക്കളെ മന്ന കൊടുത്ത് പോറ്റിയവനാണ് അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ ഹിഡനായിരിക്കുന്നത് മറിഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞിരിക്കുന്ന റെവലേഷൻസ് അല്ലെ? അപ്പൊ മന്ന ഭക്ഷണമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഭക്ഷണം കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കത്തില്ല, പക്ഷെ ഓരോ വാക്കുകളും ദൈവത്തിന്റെ വചനം അല്ലെ? ദൈവത്തിന്റെ വായിൽ നിന്ന് ഓരോ വാക്കുകൾ കൊണ്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ജീവിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ മന്ന എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണമാണ്. അപ്പൊ ഹിഡനായിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റെവലേഷൻസ് ദൈവം കൊടുക്കുക ചെയ്യുന്നത് അല്ലെ? ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികൾ ആകാതിരിക്കാൻ നമുക്ക് അല്ലെ? ഒന്നിനും തന്നെ ഒരു കാര്യത്തിലും അല്ലെ? ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ, ചർച്ചിലേക്ക് വരാതിരിക്കാൻ നമ്മൾ മുൻകൈ എടുക്കുന്ന വ്യക്തികളായിരിക്കുക അല്ലെ? കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ പരാജയത്തിലേക്ക് പോകത്തുള്ളൂ അല്ലെ? ദൈവത്തിന് അകന്നു പോകാനേ അത് ഉപകാരപ്പെടുത്തുള്ളൂ. ആരും കാണാൻ നന്ദി ഇങ്ങനെയൊക്കെ വിചാരിക്കുവാണെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ അല്ലെ? ഒരു ഇച്ചിരി ഇവിടെയും ഇച്ചിരി അവിടെയൊക്കെ ആയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ ഒരു മനസ്സുമായിട്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ നശിച്ചു പോവുക തന്നെ ചെയ്യും. നമ്മൾ വീണു പോവുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികൾ ആകരുത്. അല്ല ഒരു കാരണവശാലും. ഇപ്പം ഇവിടെ പെർഗമസ് ചർച്ച് തൈത്തറി ചർച്ച് തൈത്തറി ചർച്ചിന്റെ അകത്ത് എന്താ പറയാ ജസബില് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ചർച്ചാണ് എന്താ പറയുന്നത് പെർഗമസ് ചർച്ച്. പെർഗമസ് ചർച്ച് വളരെ ഫയറി ആയിട്ടുള്ള വളരെ ആത്മാർത്ഥമുള്ള ചർച്ചാണ്. പക്ഷെ എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മുമ്പിലേക്ക് ബേലത്തിന്റെ ടീച്ചിങ്ങുമായിട്ട് ആൾക്കാര് വന്നിരിക്കുകയാണ്. അതിനെ അവര് എന്താ പറയാ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്നല്ല, ചിലപ്പോൾ അവര് അത് മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെ, ഇവന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഒരു ജീവിതം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഇച്ചിരി ഈസ്റ്റ് ഏതെങ്കിലും എന്താ പറയാ അപ്പത്തിന് കലക്കി വെക്കുമ്പോൾ ഒരു ഇച്ചിരി ഈസ്റ്റ് ഇടുമ്പോൾ ഒരു ഇച്ചിരിന്റെ ആവശ്യമുള്ളൂ അല്ലെ, ആ മൊത്തം പൊളിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ കറപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീഴാതിരിക്കുക. നമുക്ക് ലോകവുമായിട്ട് സൈറ്റനുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികൾ ആകാതിരിക്കുക അല്ലെ. ഇച്ചിരി നേരം TV കണ്ടാൽ മതി, അതൊന്നും കൊണ്ട് വലിയ പ്രശ്നം. ഒരു സീരിയൽ കാണുന്നതുകൊണ്ട് ഇത്ര വലിയ കാര്യം കഴിക്കുന്നത്, വല്ലപ്പോഴും ഒരു സിനിമ കാണുന്നതിന് അല്ലെങ്കിൽ 2 പെഗ് അടിക്കുന്നതിന് അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മള് എല്ലാ ദിവസവും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു ഒരു എന്താ പറയാ ഒരു രീതി അല്ലെ. ആരുടെയെങ്കിലും കുറ്റം പറയുന്നത് ഞാൻ ഇന്നൊന്നും കുറ്റം പറഞ്ഞു, പിന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോ മനുഷ്യരല്ലേ എന്നുള്ള ഒരു പറച്ചിൽ, അതാണ് ഏറ്റവും വലിയ ഒരു ട്രാപ്പ്. ശരിക്കും പറഞ്ഞാല് സൈറ്റൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിടന്ന ഒരു വലിയൊരു ട്രാപ്പാണിത്. ഇങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിക്കുക എന്നുള്ളത്. നമ്മൾ മനുഷ്യരല്ലേ അല്ലെ. ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വലിയ കാര്യമുള്ളതാണ്. ദൈവത്തിന് ഇതൊക്കെ മനസ്സിലാകാൻ പറ്റുമല്ലോ. ദൈവം സ്നേഹമല്ല, ദൈവം അങ്ങ് ക്ഷമിക്കും എന്നുള്ള രീതിയിലുള്ള വർത്തമാനം അല്ലെ. അപ്പൊ നമ്മള് മനസ്സിലാക്കുന്നില്ല. നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്. നമ്മള് യേശുവിലേക്ക് കഴിയുമ്പോൾ നമ്മൾ പഴയതെല്ലാം പോയി പുതിയ സൃഷ്ടിയാണ് ഇന്ന് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാത്തത്തോളം അത് സൈറ്റന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ് അത് അല്ലെ. അവനത് ഉപയോഗിക്കുക തന്നെ, നമ്മുടെ ഇഗ്നോറൻസ്, നമ്മുടെ ഒരു ബുദ്ധിയില്ലായ്മ അവനത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികളാകാതിരിക്കുക അല്ലെ. കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികളാകാതിരിക്കുക. അപ്പൊ ഈ ദുർനടപ്പ് എന്ന് പറഞ്ഞ സെക്ഷൽ ഇമ്മോറാലിറ്റി, ദുർനടപ്പ് എന്ന് പറയുന്നത്, ഐഡൽ വർഷിപ്പ് എന്ന് പറയുന്നതൊക്കെ പിശാചിന് മനുഷ്യന്റെ ജീവിതത്തിൽ വരാനുള്ള എൻട്രി പോയിന്റുകളാണെന്ന് മനസ്സിലാക്കി വെക്കും അല്ലെ. അതുകൊണ്ടാണല്ലോ പോണോഗ്രാഫി കാണുന്ന വ്യക്തികളെയൊക്കെ അവർക്കൊക്കെ മിക്കവാറും തന്നെ അഡിക്ഷൻ ആയിത്തീരുന്നത്. അപ്പൊ അഡിക്ഷൻ ആയിത്തീരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട് എന്നുണ്ട് അല്ലെ. അപ്പം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പറ്റില്ല പറഞ്ഞ പിശാചുക്കൾ, പിശാചിന്റെ ടീമുണ്ട് എന്ന് ചുരുക്കം, ദുരാത്മാക്കളുണ്ട് എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ വീഡിയോ ഗെയിം, പോർണോഗ്രഫി, അങ്ങനെ ഓരോ അഡിക്ഷനായി വരുന്നത്. യേശുക്രിസ്തു അല്ല, വേറെ എന്തെങ്കിലും അഡിക്ഷനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലെല്ലാം പിശാചിന്റെ കൈകൾ ഉണ്ടായിരിക്കും എന്ന് ചുരുക്കം. അപ്പൊ നമ്മളായിട്ട് വാതിൽ തുറന്നു കൊടുക്കാതിരിക്കുക അല്ലെ. ഒരു കാരണവശാൽ നമ്മളായിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്ന വ്യക്തികളാകാതിരിക്കുക പിശാചിനെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. നന്ദി പിതാ കർത്താവ്, അങ്ങയുടെ വചനത്തിനായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തികളാകാതിരിക്കട്ടെ. ഞങ്ങൾ എന്നും അങ്ങയുടെ വചനത്തിൽ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കേട്ട നന്ദി. ദൈവത്തെ മഹത്വം.